ഹലോ ഫ്രണ്ട്സ്, എക്സ്ട്രീം വേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള ടെക്സ്റ്റ് റിവീലിംഗ് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ വാക്കിംഗ് ടെക്സ്റ്റ് റിവീൽ വീഡിയോ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതുപോലുള്ള ഒരു വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായി ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി VN വീഡിയോ എഡിറ്റർ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഏകദേശം എല്ലാ വീഡിയോ എഡിറ്റിംഗ് ആപ്പിലും ചെയ്യാൻ സാധിക്കും, പക്ഷേ VNൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷനുണ്ട്. VN വീഡിയോ എഡിറ്റർ ആപ്പ് ഓപ്പൺ ആക്കി ന്യൂ പ്രൊജക്റ്റ് എടുത്തു. ഇതുപോലുള്ള ഒരു വാക്കിങ്ങോ ഒരു റണ്ണിങ്ങോ ഓടുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് നടന്ന് നീങ്ങുന്നതനുസരിച്ച് നമുക്ക് ആ ടെക്സ്റ്റ് റിവീലായി വരും. അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ ടെക്സ്റ്റ് റിവീലായി തുടങ്ങേണ്ടത് എന്നുള്ളൊരു പോയിന്റ് കണ്ടെത്തുക. ഓക്കെ, ഞാനിവിടെ ഈ പോയിന്റിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇനി ഞാൻ അവിടെ ആ സ്ക്രോൾ ബാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ലെയറിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഞാൻ T എന്നുള്ള ആ ലെയറിലൊന്ന് സെലക്ട് ചെയ്തു. അതിൽ നിന്നും ടെക്സ്റ്റ് എടുത്തു. ഇതിൽ നിന്നും നമ്മുടെ കണ്ടന്റിനനുസരിച്ച് ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഓപ്ഷനാണ് എടുത്തത്. ഓക്കെ, ഇനി ആ ടെക്സ്റ്റിൽ തന്നെ ആഡ് എ ഹെഡിങ് എന്ന് കാണിക്കുന്നില്ലേ, അതിൽ തന്നെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ആക്കി അത് മാറ്റാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ടൈപ്പ് ചെയ്തു എക്സ്ട്രീം വേവ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആ ഫോണ്ട് ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ടിലേക്ക് ഈ ടെക്സ്റ്റ് മാറ്റാൻ പറ്റും. ഞാൻ 2-3 ഫോണ്ടൊന്ന് നോക്കി. ചിലതൊക്കെ പ്രോ ആണ്, ഫ്രീ വെർഷനും ഉണ്ട്. ഞാൻ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മതി. തേർഡ് ഓപ്ഷൻ ഫോണ്ട് സൈസ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോർത്ത് ഓപ്ഷൻ ആ കളർ വീൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കളർ എഫക്ട്സും കസ്റ്റമൈസേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ടെക്സ്റ്റിനും വീഡിയോയ്ക്കും സ്യൂട്ട് ആവുന്ന രീതിയിൽ നിങ്ങൾ അത് അങ്ങ് കസ്റ്റമൈസ് ചെയ്തെടുക്കുക ആ ടെക്സ്റ്റ്. ഓക്കെ, ഞാൻ തൽക്കാലം ഇതെടുത്തു. ഓക്കെ എടുത്തു. ഇനി എനിക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ടെക്സ്റ്റ് റിവീലായി തുടങ്ങേണ്ടത്. ആ ഒരു പോർഷനിലേക്ക് അതവിടെ കൊണ്ട് ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എവിടെയാണോ നമുക്ക് ടെക്സ്റ്റ് കംപ്ലീറ്റ് റിവീലായി തീരേണ്ടത് ആ പൊസിഷൻ വരെ ഈ ടെക്സ്റ്റ് ലെയർ ഞാൻ ഏകദേശം വീഡിയോയുടെ ലാസ്റ്റ് വരെ വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ലെയർ ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ എൻഡ് വരെയും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആ സ്റ്റാർട്ടിങ്ങിൽ വന്നു. ആ ടെക്സ്റ്റ് ലെയർ തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നു. ടെക്സ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ബോട്ടം ഓപ്ഷൻസ് ഒന്ന് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക. അതിൽ ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ലീനിയർ എഫക്റ്റ് എടുക്കുക. ലീനിയർ എഫക്റ്റിൽ തന്നെ 2 ടൈപ്പ് ലീനിയർ എഫക്റ്റ് ഉണ്ട്. ഈ വീഡിയോയിൽ യൂസ് ചെയ്തേക്കുന്ന ടൈപ്പ് ലീനിയർ എഫക്റ്റ് എടുത്താൽ മതി. അത് ആ ലീനിയർ എഫക്റ്റിൽ തന്നെ ഒന്നും കൂടെ സെലക്ട് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈൻ നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ എടുക്കണം. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരണം. അതായത് ഈ സമയത്ത് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇൻവിസിബിൾ ആയിരിക്കണം. വാക്കിംഗ് സ്പീഡ് അനുസരിച്ച് നമ്മുടെ വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് നീക്കുക. ലെഫ്റ്റ് സൈഡുള്ള ആ കീ ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്യുക. ആ വീഡിയോയിൽ കാണുന്ന ആ മാസ്ക് ലൈൻ ഫ്രണ്ടിലേക്ക് നീക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ ആ ഓരോ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് പോവുകയാണ്. ഞാനൊന്ന് വീഡിയോ ഫാസ്റ്റ് ആവുകയാണ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങളത് മാർക്ക് ചെയ്തെടുത്താൽ മതി. നമ്മളിനി ഈ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ കീ ഫ്രെയിം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആഡ് ആയിക്കോളും. നമ്മൾ ഫസ്റ്റ് ഒരു ടൈം മാത്രം കീ ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് മുന്നോട്ട് നീക്കുന്നു, മാസ്ക് ലൈൻ ഒന്ന് ഫ്രണ്ടിലോട്ട് നീക്കുന്നു. ഇത് രണ്ടും മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ കീ ഫ്രെയിം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഞാൻ ഓക്കെ കൊടുത്തു. ഇനി ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ആക്കി നോക്കാം. പ്രിവ്യൂ ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിനൊരു ഓഡിയോ ആഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആ ലെയറിൽ ഫസ്റ്റ് കാണുന്ന ആ ഓഡിയോ ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്തു. മ്യൂസിക് സെലക്ട് ചെയ്തു. ഫോണിലുള്ള സോങ്സ് ഇവിടെ ലോഡായിട്ടുണ്ട്. ഒരു സോങ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇവിടെ നിന്ന് നമുക്ക് ഓഡിയോയുടെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്, അതുപോലെ തന്നെ ഓഡിയോയുടെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇതിപ്പോൾ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ആക്കി നോക്കാം. ഓക്കെയാണ്.
അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യാനായി റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ ഐക്കൺ സെലക്ട് ചെയ്തു. എക്സ്പോർട്ട് ഒറിജിനൽ വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, ബിറ്റ് റേറ്റ് ഇത് മൂന്നും സെറ്റ് ചെയ്യണം. ഞാൻ ഇൻപുട്ടായിട്ട് കൊടുത്ത വീഡിയോയുടെ ആ സെയിം റെസൊല്യൂഷനും ഫ്രെയിം റേറ്റുമാണ് എനിക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എക്സ്പോർട്ട് ഒറിജിനൽ കൊടുത്തു. ബിറ്റ് റേറ്റ് ഒരു 16 വെച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. എക്സ്പോർട്ട് ആവുന്നുണ്ട്. 100% ആയി. സേവ് ടു ആൽബം കൊടുത്തു. ഈ വീഡിയോ നമ്മുടെ ഫോൺ ഗാലറിയിലാണ് സേവ് ആവുന്നത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഈ ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.